നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് ആദ്യമായിട്ട് പുറത്തിറക്കിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പോലും നത്തിങ്ങിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആയിരുന്നു, നത്തിങ് ഇയർ 1 എന്ന പേരിൽ. പിന്നീട് അവരൊരു പരീക്ഷണം എന്ന തലത്തിൽ ഇത്തരത്തിലൊരു നത്തിങ് ഇയർ സ്റ്റിക്ക്, ഒരു ലിപ്സ്റ്റിക്ക് പോലെ ഒരെണ്ണം പുറത്തിറക്കി. പക്ഷേ ഇത് അത്ര വിജയിച്ചില്ല എന്ന് വേണം പറയാൻ, കാരണം അതൊരു ഇൻ ഇയർ ഹെഡ്സെറ്റ് ആയിരുന്നില്ല. അതിനുശേഷം നത്തിങ് ഇയർ 2 പുറത്തിറക്കി. ഇത് ഈ ഇരിക്കുന്നതാണ് വൈറ്റും ബ്ലാക്കും നത്തിങ് ഇയർ 2. ഇപ്പോൾ അതിനുശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു നത്തിങ് ഇയർ 2A എന്ന പേരിൽ മറ്റൊരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് കൂടി പുറത്തിറക്കി. അപ്പോൾ ഇത് ഇതുവരെ കണ്ടതിൽ നിന്നൊരു അല്പം വ്യത്യാസമുണ്ട്. ഒന്നാമത് അതിൻ്റെ ചാർജിങ് കേസിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ കളറും ആദ്യമായിട്ട് അവർ യെല്ലോ കളർ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതൊക്കെ ആയിരുന്നു നത്തിങ് ഇയർ A എന്ന് പറയുന്ന ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന്റെ പ്രത്യേകത. എന്നാൽ ഇപ്പോൾ അതിനോടൊപ്പം കുറച്ചുകൂടി പ്രൈസ് കൂടിയ മറ്റൊരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് കൂടി നത്തിങ് പുറത്തിറക്കിയിരുന്നു, നത്തിങ് ഇയർ. ആക്ച്വലി എൻ്റെ കണക്കിൽ ഇതിന് പേര് കൊടുക്കേണ്ടത് നത്തിങ് ഇയർ 3 എന്നാണ്. പക്ഷേ എന്തുകൊണ്ടോ അവരുടെ ആ ഒരു നെയിമിംഗ് സിസ്റ്റം എല്ലാം മാറി നത്തിങ് ഇയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയ പ്രോഡക്റ്റുകൾ ഇതാണ്, നത്തിങ് ഇയർ എയും നത്തിങ് ഇയറും. എന്തുകൊണ്ടോ ആ 3 അവർ ഒഴിവാക്കിയിരിക്കുന്നു. എന്താണ് നത്തിങ് ഇയർ എയിൽ നിന്ന് നത്തിങ് ഇയറിലേക്ക് വരുമ്പോൾ വ്യത്യാസം എന്ന് പറയാം. അതായത് നത്തിങ് ഇയർ എയേക്കാൾ കുറച്ചുകൂടി പ്രൈസ് കൂടിയ, കുറച്ചുകൂടി ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സാധനമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന നത്തിങ് ഇയർ എന്ന് പറയുന്ന ഈ ഒരു പുതിയ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ്. കാഴ്ചയ്ക്ക് നത്തിങ് ഇയർ 2ഉം നത്തിങ് ഇയറും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഒറ്റ നോട്ടത്തിൽ ഇതിനകത്ത് ഏതാണ് നത്തിങ് ഇയർ 2, നത്തിങ് ഇയർ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു പിടി കിട്ടത്തില്ല. പിന്നെ ഞങ്ങൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈറ്റ് കളർ നത്തിങ് പ്രോഡക്റ്റുകൾ വാങ്ങുന്നവരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് അത് ഇരുന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോഴും അല്ലാതെയും അതിൻ്റെ ആ ഒരു വൈറ്റ് ടോൺ പലപ്പോഴും ഫെയ്ഡ് ആവുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഇയർ ബഡിനകത്തൊക്കെ ഒരു ചെറിയ കളർ ചേഞ്ച് വരുന്നുണ്ട്. അതേസമയം ബ്ലാക്കിന് ആ കുഴപ്പമില്ല, കളർ അങ്ങനെ ഫെയ്ഡ് ആവുന്നൊന്നുമില്ല, വലിയ കുഴപ്പമില്ലാതിരിക്കുകയാണ് ബ്ലാക്ക്. അതേസമയം വൈറ്റ് എടുക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതിൻ്റെ കളർ ഫീഡ് ആവും. അങ്ങനെയാണ് നമ്മളിവിടെ ഈ ഒരു ഇയർ 2വിൽ നിന്ന് ഇയറിനെ നമ്മൾ തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഇത് രണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാണ് നത്തിങ് ഇയർ 2 ലേറ്റസ്റ്റ് നത്തിങ് ഇയർ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവും ഇതാണ് നത്തിങ്ങിൻ്റെ ഏറ്റവും പുതിയ നത്തിങ് ഇയർ. കാരണം അതാണ് ഈ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എന്തിനായാലും ഈ രണ്ട് പ്രോഡക്റ്റുകൾ, അതായത് തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഇയർ 2വുമായിട്ട് യാതൊരു വ്യത്യാസവും കാഴ്ചയ്ക്കില്ല. ഈവൻ ചാർജിങ് കേസിലൊക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാം ഡിറ്റോ സെയിം രീതി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഈവൻ ആ ഒരു ടൈപ്പ് സി പോർട്ട്, അതുപോലെ റീസെറ്റ് ബട്ടൺ, എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൻ്റെ ഡിസൈൻ ആകട്ടെ, അതുപോലെ ഈ ഒരു മുകൾ ഭാഗത്തെ ഡിസൈൻ ആയിക്കോട്ടെ, അതുപോലെ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന ഇയർ ബഡുകളുടെ ഡിസൈൻ എല്ലാം ഡിറ്റോ സെയിം രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഇങ്ങനെ തവണ വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നത്തിങ് ആവശ്യപ്പെടുന്നത് ഫീച്ചർ വൈസ് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റുകൾ അവർ കൊണ്ടുവന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നത്തിങ് എടുത്ത് പറയുന്നത്. ഈവൻ നത്തിങ് ഇയർ എയുമായിട്ട് തന്നെ ഇത് തമ്മിൽ വളരെ അടുത്ത് നിൽക്കുകയാണ് ഫീച്ചർ വൈസ്. അതിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇയറിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ട് ഇതിനകത്ത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളാണ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് കൊടുക്കുന്നത്. എന്നാൽ നത്തിങ് ഇയർ 2Aയിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇല്ലായിരുന്നു, ഇവിടെ അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു മേജർ അപ്ഗ്രേഡ് ഇയർ എയിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു കോഡക്കിന്റെ കൂടി എക്സ്ട്രാ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഹൈ ക്വാളിറ്റി മ്യൂസിക് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള LHDC 5 കോഡക് സപ്പോർട്ട് ഈ ഒരു ഇയർ എന്ന പുതിയ ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്ത് നത്തിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയർ എയിൽ നിന്ന് വന്ന മറ്റൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് IP റേറ്റിംഗിലാണ്. ഇയർ എയിൽ IP54 ആയിരുന്നു ഇതിനകത്തെ ബഡ്സിന്റെ IP റേറ്റിംഗ്. എന്നാൽ ചാർജിങ് കേസിന് വന്നിട്ട് IPX2 റേറ്റിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇയറിലേക്ക് വരുമ്പോൾ IP54 റേറ്റിംഗ് ഇവിടെ ബഡുകൾ കൊടുത്തിട്ടുണ്ട്, IP55 റേറ്റിംഗ് കേസിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇയർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ കേസ് ഉൾപ്പെടെ മഴ നനഞ്ഞാലും യാതൊരുവിധ പ്രശ്നവും വരുന്നില്ല. അങ്ങനെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസുകളാണ് ഇയർ എയിൽ നിന്ന് ഇയറിലേക്ക് വന്നിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിനും ഹൈറസ് ഓഡിയോ സപ്പോർട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 45 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും കൊടുത്തിട്ടുണ്ട്. ഇയറിനകത്ത് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് ഓഡിയോ സപ്പോർട്ടാണ്. അതായത് നമുക്ക് ഇതിനകത്ത് പേഴ്സണൽ സൗണ്ട് പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കേൾവി ശക്തിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇയർ ടെസ്റ്റ് എല്ലാം നടത്തിക്കൊണ്ട് ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് തന്നെ നമുക്ക് ഓരോ വ്യക്തിക്കും, ഇത് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു വ്യക്തിഗതമായിട്ടുള്ള സൗണ്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും എന്നുള്ളത് ഈ ഒരു നത്തിങ് ഇയറിന്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ ഇതിന്റെ കമ്പാനിയൻ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോയ്സ് ക്യാൻസലേഷൻ ഓപ്ഷൻ ഉണ്ട്. ആ ഒരു നോയ്സ് ക്യാൻസലേഷൻ ഓപ്ഷൻ തന്നെ 4 വ്യത്യസ്ത രീതികൾ കൊടുക്കാം. ഹൈ കൊടുക്കാം, അതുപോലെ നോയ്സ് ക്യാൻസലേഷൻ അത്രയും വേണ്ടെങ്കിൽ മിഡ്, ലോ എന്നീ ഓപ്ഷനുകൾ കൊടുക്കാം. അഡാപ്റ്റീവ് ആണെങ്കിൽ നമ്മുടെ പുറത്തുനിന്ന് കേൾക്കുന്ന സൗണ്ടിന് അനുസരിച്ച് കൊണ്ട് വലിയ സൗണ്ടുകൾ കേൾക്കുമ്പോൾ അതിനെ കട്ട് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി അതാത് സമയങ്ങളിൽ നോയ്സ് ക്യാൻസലേഷനിലേക്ക് വരുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാസ് എൻഹാൻസ്മെന്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാസ് എൻഹാൻസ്മെന്റ് നമ്മൾ 5 വ്യത്യസ്ത ലെവലുകളിൽ നമുക്ക് ഇതുപോലെ ബാസ് കൂട്ടാം. അപ്പോൾ ടോപ്പ് ലെവലിൽ കിട്ടി കഴിഞ്ഞാൽ നല്ല കിഡിലൻ ബാസ് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. അതുപോലെ ജസ്റ്റർ കൺട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പിഞ്ചാണ്. അത് ഇയർ എയിലും അത്തരത്തിൽ പിഞ്ച് കൺട്രോളുകൾ തന്നെയാണ് കൊടുത്തിരുന്നത്. അത് നല്ല കാര്യമാണ്. സാധാരണ ടച്ച് കൺട്രോൾ ആണെങ്കിൽ നമ്മൾ ആക്സിഡന്റലി ടച്ച് ചെയ്ത് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ മാറിപ്പോകും. പക്ഷേ ഇവിടെ പിഞ്ചാണ്. സിംഗിൾ പിഞ്ച്, അതുപോലെ ഡബിൾ പിഞ്ച്, ട്രിപ്പിൾ പിഞ്ച്, അതുപോലെ തന്നെ ലോങ് പിഞ്ച് തുടങ്ങിയ പിഞ്ചുകളിലൂടെ നമുക്ക് പല
ജസ്റ്റർ കൺട്രോൾ നൽകാൻ സാധിക്കും. പാട്ട് കേൾക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്ക് മാറ്റാം, ബാക്കിലേക്ക് പോകാം, കോൾ അറ്റൻഡ് ചെയ്യാം, പാട്ട് പ്ലേ പോസ് ചെയ്യാം, അതുപോലെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഇത്തരത്തിൽ പിഞ്ച് കൺട്രോളുകൾ നമുക്ക് ഉപയോഗിക്കാം. അത് ഓരോന്നും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. എന്ത് ചെയ്യണം എന്നിവിടെ കസ്റ്റമൈസ് ചെയ്ത് മാറാനും സാധിക്കുന്നുണ്ട്. പിന്നീടുള്ളൊരു മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ലോ ലാഗ് മോഡാണ്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഗെയിമൊക്കെ കളിക്കുമ്പോൾ മികച്ച രീതിയിൽ നമുക്ക് സൗണ്ടും കാണുന്ന വിഷ്വലും തമ്മിലുള്ള ഡിലേ ഒഴിവാക്കാൻ സാധിക്കും. ഹൈ ക്വാളിറ്റി ഓഡിയോയിലാണ് ഇത്തരത്തിൽ LHDCയുടെ സപ്പോർട്ട് എനേബിൾ ചെയ്യേണ്ടത്. ബൈ ഡിഫോൾട്ട് ഈ ഒരു ഹെഡ്സെറ്റ് നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് സെലക്ടഡ് ആയിരിക്കില്ല, അത് നമ്മൾ എനേബിൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇയർ എയിൽ കണ്ടതുപോലെ ഇതിനകത്തും ഡ്യുവൽ കണക്ഷൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരേ സമയം 2 ഡിവൈസുകളാണ് ഞാൻ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് പെയർ ചെയ്തിരിക്കുന്നത്. അതായത് എൻ്റെ നത്തിങ് ഫോൺ 2A എന്ന് പറയുന്ന ഈ ഒരു ഫോണിനകത്തും S24 അൾട്രയിലും ഞാൻ പെയർ ചെയ്തിട്ടുണ്ട്. ഒരേ സമയം 2 ഡിവൈസുകളിൽ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റും പെയർ ചെയ്യാം. അപ്പോൾ എനിക്ക് നത്തിങ് ഫോൺ 2Aയിലേക്ക് കോൾ വന്നാൽ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഹെഡ്സെറ്റ് വഴി അത് കേൾക്കാം. അതേസമയം ഞാൻ ഇവിടെ S24 അൾട്രയിലേക്ക് ഒരു കോൾ വന്നാൽ അതിലാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അതും എനിക്ക് കേൾക്കാം. അപ്പോൾ മാക്സിമം ഒരേ സമയം 2 ഡിവൈസുകൾ വരെ ഒരുമിച്ച് പെയർ ചെയ്യാം. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഡിസേബിൾ ചെയ്തിട്ട് അടുത്ത എൻ്റെ ലാപ്ടോപ്പിലേക്ക് വേണമെങ്കിലും സ്വിച്ച് ചെയ്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എത്ര ഡിവൈസുകൾ വേണമെങ്കിലും ഇവിടെ കണക്ട് ചെയ്തിടാം. അതിൽ ഒരേ സമയം അതിൽ 2 എണ്ണത്തിൽ ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് അതിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഡ്യുവൽ കണക്ഷൻ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്തും നൽകിയിട്ടുണ്ട്. കൂടാതെ ഫൈൻഡ് മൈ ഇയർബഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ ഇയർബഡ് എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് മറന്നാൽ അതിനകത്തേക്ക് ചെറിയൊരു മ്യൂസിക് കേൾപ്പിച്ചുകൊണ്ട് അത് എവിടെ ഉണ്ട് എന്ന് കണ്ടെത്തുന്നതിന് സാധിക്കും. ഇപ്പോൾ ഫൈൻഡ് മൈ ഇയർബഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചെറിയ ഒരു മ്യൂസിക് കേൾപ്പിച്ചുകൊണ്ട് ഇപ്പം സോഫ സെറ്റിയുടെയൊക്കെ ഇടയിലേക്കൊക്കെ അകപ്പെട്ടു പോയാൽ അതിനെ കണ്ടെത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇയർ ഫിറ്റ് ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ചെവിയിൽ ഇങ്ങനെ വെക്കുന്നത് എത്രത്തോളം ഫിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് കാണിച്ചു തരും. അപ്പോൾ അഥവാ ഏതെങ്കിലും ഒരു ഇയർബഡെങ്കിലും അത്രയും പ്രോപ്പറായിട്ട് ഫിറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഫിറ്റ് ചെയ്യാൻ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലത് അത്ര ഫിറ്റ് അല്ല, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഫിറ്റ് അല്ല തുടങ്ങിയ കാര്യങ്ങൾ നമ്മെ കാട്ടിത്തരും. അങ്ങനെയും നമുക്ക് കുറച്ചുകൂടി ആ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനും ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ സാധിക്കും. ബ്ലൂടൂത്ത് വെർഷൻ 5.3 നൽകിയിരിക്കുന്ന ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന് അത് ഗൂഗിൾ ഫാസ്റ്റ് പെയർ നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോണിനകത്ത് ഞാനൊരു Gmail ID ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് ഞാൻ ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഇതിനകത്ത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ അതേ മെയിൽ ഐഡിയിൽ ലോഗിൻ ചെയ്യുന്ന മറ്റ് ഫോണുകളിലെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് കേസിൽ നിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണക്ട് ചെയ്യാനുള്ള ഒരു പെയറിംഗ് മോഡ് വളരെ പെട്ടെന്ന് ഓപ്പൺ ആയി തരും എന്നുള്ളതാണ് ആ ഒരു ഗൂഗിൾ ഫാസ്റ്റ് പെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് സ്വിഫ്റ്റ് പെയർ എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. അപ്പോൾ ലാപ്ടോപ്പുകളിലൊക്കെ ഇത്തരത്തിൽ ഫാസ്റ്റായി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അത് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ക്ലിയർ വോയിസിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങേ തലയ്ക്കൽ ക്ലിയർ ആയി കേൾക്കുന്നതിന് വേണ്ടി ഓരോ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളിലും 3 മൈക്കുകൾ വീതം ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. 11mm ഡ്രൈവറാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു 11mm ഡ്രൈവറിൽ നിന്ന് നമുക്ക് മികച്ച ഒരു സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ സൗണ്ടിനെ നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഇക്വലൈസർ മോഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാരകമായിട്ടുള്ള കസ്റ്റമൈസേഷൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബാസും ട്രബിളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ വേവുകൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സാധിക്കും. ഇനി ഒരു സിമ്പിൾ മെത്തേഡിലാണെങ്കിൽ ഇപ്പോൾ ബാസ് കൂടുതൽ വേണമെങ്കിൽ ബാസിൻ്റെ ഭാഗത്തേക്ക് വെച്ചാൽ മതി, ട്രബിൾ കൂടുതലാണെങ്കിൽ ട്രബിളിൻ്റെ ഭാഗത്തേക്ക് വെച്ചാൽ മതി, അതെല്ലാം മിഡാണ് ആവശ്യമെങ്കിൽ അങ്ങോട്ട് വയ്ക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു സിമ്പിൾ മെക്കാനിസത്തിൽ നമുക്ക് ഈക്വലൈസർ സെറ്റ് ചെയ്യാം. എന്നാൽ അഡ്വാൻസ് മോഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഫ്രീക്വൻസി ലെവൽ നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ട്രബിളോ ബാസോ എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതിനെ കസ്റ്റമൈസ് ചെയ്യാനും ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ സാധ്യമാകുന്നുണ്ട്. അപ്പം മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാനിതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു 100ൽ ഒരു 90 മാർക്ക്, 100ൽ 100 മാർക്ക് ഞാൻ എന്തായാലും കൊടുക്കുന്നില്ല, 100ൽ 90 മാർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം അങ്ങനെ 100ൽ 100 മാർക്ക് സൗണ്ട് ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റിയ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ എന്ന് പറയുന്നത് ആപ്പിൾ എയർപോഡ്, അതുപോലെ തന്നെ സോണിയുടെ ഏറ്റവും പുതിയ 1000XM5 തുടങ്ങിയവയൊക്കെ സൗണ്ട് ക്വാളിറ്റിയിൽ വേറെ ലെവലാണ്. അവർക്ക് 100ൽ 100 കൊടുക്കുമെങ്കിൽ ഇതിനൊരു 100ൽ 90 മാർക്ക് കൊടുക്കാം എന്നുള്ളതാണ് എനിക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയാനുള്ളത്. അധികം വെയിറ്റ് ഒന്നുമില്ല. ഈ ഓരോ ഇയർബഡിന് പോലും 4.62 ഗ്രാം ഭാരം മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചെവിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം വെച്ചിരുന്നാൽ പോലും വലിയ ബുദ്ധിമുട്ടില്ല. ഈവൻ ഈ ഒരു കേസ് ഉൾപ്പെടെ പോലും 51.9 ഗ്രാം ഭാരം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ പാൻറ്റിന്റെ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ അടിപൊളിയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. AAC, SBC, LHDC5, LDAC തുടങ്ങിയ കോഡക് സപ്പോർട്ടുകളും ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നൽകുന്നുണ്ട്. അതുപോലെ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഇതിനകത്തുണ്ട്. എന്നാൽ ഇത്തരത്തിൽ നത്തിങ് ഇതോടൊപ്പം പുറത്തിറക്കിയ ഇയർ എയിൽ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. 500 mAh ആണ് കേസിനകത്തുള്ള ബാറ്ററി കപ്പാസിറ്റി. ഓരോ ബഡിലും 46 mAh ബാറ്ററി വീതം നൽകിയിട്ടുമുണ്ട്. അപ്പോൾ സിംഗിൾ ചാർജിൽ നമുക്ക് ഇവ 8.5 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് നൽകും. കേസ് കൂടി ഉണ്ടെങ്കിൽ ഏകദേശം 40.5 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ലഭിക്കും. അപ്പോൾ കേസ് കൂടി ഉൾപ്പെടെ 40.5 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനെ സംബന്ധിച്ച്. നമുക്ക് നത്തിങ് ഫോണുകളുമായിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു ആപ്പിൻ്റെയും ആവശ്യമില്ല. എന്നാൽ നത്തിങ് ഇതര ഫോണുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ കമ്പാനിയൻ ആപ്പായിട്ടുള്ള നത്തിങ് എക്സ് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഈ ഒരു സെയിം ഇന്റർഫേസിൽ നമുക്ക് ഇതിനെ കൂടുതൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ആൻഡ്രോയിഡ് 5.1 മുതൽ മുകളിലോട്ടുള്ള ആൻഡ്രോയിഡ് ഫോണുകളിലും iOS
11 മുതൽ മുകളിലോട്ടുള്ള ഐഫോണുകളിൽ നമുക്കിത് പെയർ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇയർ എ പുറത്തിറക്കിയപ്പോൾ അതിൻ്റെ വില കേട്ടപ്പോൾ തന്നെ പലരും നെറ്റി ചുളിച്ചിരുന്നു. കാരണം ഇതിൻ്റെ വില 5999 ഓഫറിൽ വിൽക്കുന്നത്. ആക്ച്വൽ വില അതിൽ നിന്നും കൂടുതലാണ്. അപ്പോൾ 5999 രൂപയ്ക്ക് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് എന്ന് കേട്ടപ്പോൾ പലരും നെറ്റി ചുളിച്ചിരുന്നു. അതിലും വില കൂടുതലാണ് ഈ ഒരു ഇയർ എന്ന് പറയുന്ന ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ്. ഇതിൻ്റെ വില 11,999 രൂപയാണ്. അപ്പോൾ ഇവർ ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റിനെ ആരോടൊപ്പം മത്സരിക്കാനാണ് ഇറക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 12,000 രൂപയിൽ താഴെ വില വരുന്ന മറ്റ് ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളോട് മത്സരിക്കാനല്ല. നേരെ മറിച്ച് ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ച് വരുന്ന സോണിയുടെയും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ എയർപോഡിനോടും ഒക്കെ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നത്തിങ് ഇത്തരത്തിൽ ഇയർ എന്ന പേരിൽ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റും പുറത്തിറക്കിയിരിക്കുന്നതെന്ന് വേണം പറയാൻ. അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 30,000 എവിടെ ഇരിക്കുന്നു, 12,000 രൂപ എവിടെ ഇരിക്കുന്നു എന്ന് വേണം നമ്മൾ നോക്കാൻ. അങ്ങനെ ഇതിൻ്റെ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അല്ലാതെ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് എടുത്ത് വെച്ചിട്ട് 12,000 രൂപ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് വില കൂടുതൽ തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും.